നമസ്തേ, ഞാൻ ഡോക്ടർ ധീരജ്. ഞാനിന്ന് സംസാരിക്കുന്നത് നമുക്കുണ്ടാകുന്ന പല ജീവിതശൈലി രോഗങ്ങൾ, അതുപോലെ തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഇതിൻ്റെയെല്ലാം ഫണ്ടമെൻ്റൽ റീസൺസ്, മൂല കാരണം അന്വേഷിച്ച് പോകുമ്പോൾ നമ്മളുടെ തന്നെ, അതായത് ഈ ഹോമോസാപ്പിയൻ എന്ന് പറയുന്ന സ്പീഷീസിൻ്റെ, ആധുനിക മനുഷ്യൻ്റെ തന്നെ പരിണാമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആദ്യമായി നമുക്ക് ആഹാരത്തെക്കുറിച്ച് തന്നെ സംസാരിച്ചാൽ, നമ്മളുടെ ഈ ശരീരവും മസ്തിഷ്കവും എല്ലാം രൂപപ്പെടുന്ന ഒരു 2-3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ പൂർവികർ, ആ സമയത്ത് പരിമിതമായ ഭക്ഷ്യവസ്തുക്കളാണ് നമുക്കുള്ളത്. കൃഷി ചെയ്യുന്നില്ല, വനത്തിലൂടെ കൂട്ടങ്ങളായി നടക്കുന്ന മനുഷ്യർ, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മനുഷ്യർ, കായ്ഫലങ്ങളും അതുപോലെ തന്നെ ചത്ത മൃഗങ്ങളുടെ മാംസവും ഒക്കെയാണ് ഭക്ഷിക്കുക. ഇത് എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല, കാലാവസ്ഥ വ്യതിയാനം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇതെല്ലാം എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ നമ്മളുടെ ശരീരം തന്നെ ഇവോൾവ് ചെയ്തെടുത്തൊരു ക്വാളിറ്റിയാണ് കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഭൂരിഭാഗം, അതിൽ നിന്ന് കിട്ടുന്ന എനർജി, ഊർജത്തിൻ്റെ ഭൂരിഭാഗവും സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളത്. കൊഴുപ്പിൻ്റെ രൂപത്തിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. ത്രിഫ്റ്റി ജീൻ എന്നൊക്കെ പറയുന്ന ഒരു ജീൻ നമുക്കുണ്ട്. അത് ആ ഒരു പ്രതിസന്ധിയെ മറികടക്കുന്നതിന് അന്ന് ഇവോൾവ് ചെയ്ത് കിട്ടിയിട്ടുള്ളതാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്ന ആഹാരം എന്ന് പറഞ്ഞാൽ ഹൈ കലോറി, എനർജി ഡെൻസ് ആയിട്ടുള്ള ആഹാരങ്ങൾ. അതുകൊണ്ടാണ് ഈ മധുരത്തോടൊക്കെ നമുക്ക് ഇത്രയധികം പ്രിയം ഉണ്ടാകുന്നത്. മധുരം വളരെ ഹെവി കലോറിയുള്ള ഒരു വസ്തുവാണ്. പക്ഷേ പിൽക്കാലത്ത് മനുഷ്യൻ കൃഷി ചെയ്യാൻ തുടങ്ങുന്നു. ഒരു 11,000-12,000 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് നമ്മൾ കൃഷി ചെയ്യാൻ തുടങ്ങുന്നു. അതിനുശേഷം നമ്മളുടെ ഇതുവരെയുള്ള ചരിത്രം നോക്കിയാൽ നമ്മൾ കൃഷി ചെയ്യുന്നു, നമ്മൾ ഈടുറ്റ വിളകൾ നമുക്ക് കിട്ടുന്നു, ആഹാരം അവൈലബിളാണ്. അതുകൊണ്ട് നമുക്കൊരു ക്ഷാമം ഉണ്ടാകുന്നില്ല. പക്ഷേ എങ്കിലും നമ്മളുടെ ശരീരം ഇപ്പോഴും ഈ ക്ഷാമം ഉണ്ടാകുമെന്ന് വിചാരിച്ച് എനർജി ഈ പറയുന്ന രീതി കൊഴുപ്പിൻ്റെ രൂപത്തിലുമൊക്കെ നമ്മളുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇതാണ് നമ്മൾക്ക് പല ജീവിതശൈലി രോഗങ്ങളും ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. കൊഴുപ്പായി നമ്മളുടെ ശരീരത്തിൽ എക്സ്ട്രാ വരുന്ന എനർജിയെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അത് പിന്നീട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു, ടൈപ്പ് 2 ഡയബറ്റിക്കിലേക്ക് പോകുന്നു, അത് രക്താതിസമ്മർദ്ദം, കൊളസ്ട്രോൾ, കൊറോണറി ആർട്ടറി ഡിസീസ്, ഇങ്ങനെ പല അസുഖങ്ങളിലേക്കും പോകുന്നു. അപ്പോൾ ഇതിൻ്റെ മൂല കാരണമെന്ന് പറയുന്നത് നമ്മളുടെ പൂർവികർ അവരുടെ അതിജീവനത്തിന് വേണ്ടി അവരുടെ ശരീരം ഇവോൾവ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ക്വാളിറ്റി ഇന്ന് നമ്മളുടെ അതിജീവനത്തിന് പ്രതികൂലമായി ബാധിക്കുന്നു. ഇനി മറ്റൊന്നുള്ളത്, ചുറ്റുപാടിനെ എങ്ങനെയാണ് നമ്മളുടെ പൂർവികർ കണ്ടിരുന്നത്, ചുറ്റുപാടിൽ നിന്ന് വരാൻ സാധ്യതയുള്ള അപകടങ്ങളെയും ഭീഷണികളെയും അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്തിരുന്നത്. പലപ്പോഴും അവർക്ക് നേരിടേണ്ടി വന്നിരുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള, പെട്ടെന്നൊരു ആക്ഷൻ എടുക്കേണ്ട ഒരു ഭീഷണികളാണ് അവർ നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വന്യമൃഗം അവരെ ആക്രമിക്കാൻ വരുന്നു, അതല്ലെങ്കിൽ ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കാട്ടുതീ ഉണ്ടാകുന്നു. ഇതിനോടൊക്കെയാണ് അവർ പലപ്പോഴും ആക്ട് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അപ്പം ബ്രെയിൻ ഇതിനെ പലപ്പോഴും 2 രീതിയിലാണ് ബ്രെയിൻ ഇതിനോട് പ്രതികരിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു ഭീഷണിയോട് ഒന്നില്ലെങ്കിൽ ഓടുക അവിടുന്ന്, അതല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കുക. ഈ 2 രീതിയിലാണ് നമ്മളുടെ ബ്രെയിൻ ട്യൂൺഡ് ആയിട്ടുള്ളത്. പക്ഷേ ഇന്ന് ആധുനിക കാലത്തേക്ക് വരുമ്പോൾ നമുക്ക് പലപ്പോഴും ഈ രീതിയിലൊരു പെട്ടെന്ന് ഒരു ഫിസിക്കലി നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ളൊരു അപകടം പറ്റുന്ന ഭീഷണികളല്ല നമുക്ക് കൂടുതലായിട്ടുള്ളത്. ഇപ്പോൾ നമ്മളുടെ ജോലിയിൽ വരുത്തുന്ന ഒരു വീഴ്ച, അലംഭാവം, ചിലപ്പോൾ 2-3 വർഷം കഴിഞ്ഞ് നമുക്ക് കിട്ടാനിരിക്കുന്നൊരു പ്രൊമോഷനെ ആയിരിക്കും ബാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ വരാൻ ഇരിക്കുന്ന ഒരു കാര്യത്തെയാണ് ഇത് ബാധിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് നമ്മളുടെ ഇൻസ്റ്റൻ്റ് അല്ല, അത് ലോങ് ടൈമിലാണ് നമുക്ക് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാകുക. അത് പലപ്പോഴും നമ്മളിൽ ജനിപ്പിക്കുന്ന ഒരു ഉത്കണ്ഠയാണ്, ആൻസൈറ്റി, സ്ട്രെസ്. ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മളുടെ ബ്രെയിന് ശരിക്കും അറിയില്ല. നമ്മളുടെ ബ്രെയിൻ ഇതിനെയും കാണുന്നത് നമ്മളുടെ അതിജീവനത്തിനെതിരായിട്ടുള്ളൊരു ഭീഷണിയായിട്ട് തന്നെയാണ്. അപ്പോൾ അതിനെതിരെ ആക്ട് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ്, നമ്മൾ ഓടി മറയുക എന്നുള്ളതാണ്. അപ്പോൾ ചില ആളുകൾ ഈ പറയുന്ന പ്രതിസന്ധികളോട് ഫൈറ്റ് ചെയ്ത് നിൽക്കും, പക്ഷെ മറ്റ് വിഭാഗം ആളുകൾ അത് ഓടി മറയും. ചിലർ വീടും നാടും ഒക്കെ വിട്ട് അങ്ങോട്ടെങ്കിലും ഓടിപ്പോകും. നമ്മൾ പലപ്പോഴും ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്, ജോലിയുടെ സ്ട്രെസ്സ് താങ്ങാതെ ഇങ്ങനെ നാട് വിട്ടു പോയിട്ടുള്ള ആളുകളെക്കുറിച്ചൊക്കെ ന്യൂസിലൊക്കെ നമ്മൾ കേട്ടിട്ടില്ല. ചില കുട്ടികൾ പോകാറുണ്ട്, ടീനേജിലുള്ള കുട്ടികളൊക്കെ ഇതുപോലെ. അതിൻ്റെ കാരണം ഇതാണ്, അവരുടെ മസ്തിഷ്കം അങ്ങനെയുള്ള സ്ട്രെസ്സിനോട് എപ്പോഴും പ്രതികരിക്കുന്നത് ഈ രീതിയിലായിരിക്കും. ചില ആളുകൾ ജീവിതത്തിൽ നിന്ന് തന്നെ സൂയിസൈഡൊക്കെ ചെയ്ത് ഒരു മടക്കായിരിക്കും ഉണ്ടാകുക.
അപ്പോൾ ഇതാണ് ആധുനിക മനുഷ്യന് ഈ പറയുന്ന നമ്മളുടെ പഴയ കാലത്തെ നമ്മളുടെ ബ്രെയിനും ഇന്നത്തെ നമ്മളുടെ അവസ്ഥയ്ക്കും തമ്മിലുള്ള ഒരു പ്രശ്നം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ ഉറക്കവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് നമ്മളുടെ ഉറക്കം, കാഴ്ച, കണ്ണിലേക്ക് എത്തുന്ന പ്രകാശം, ഇതിനെല്ലാത്തിനും ഒരു ബന്ധമുണ്ട്. അതായത് മനുഷ്യൻ പൊതുവേ രാത്രികാലങ്ങളിൽ ഉറങ്ങുകയും പകൽ സമയങ്ങളിൽ ആക്റ്റീവായിരിക്കുകയും ചെയ്യുന്ന ഒരു സ്പീഷീസാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ ഒരു ഇൻറ്റേർണൽ ക്ലോക്ക് ഉണ്ട്, സിർക്കാഡിയം റിതം എന്നൊക്കെ പറയുന്ന. ഇതിന് പലപ്പോഴും നമ്മുടെ ബ്രെയിൻ ഈ രാത്രി പകൽ എന്നുള്ളതിനെയൊക്കെ വേർതിരിച്ചറിയുന്നത് കണ്ണിനുള്ളിലെ റെറ്റിനയിലെത്തുന്ന പ്രകാശത്തിൻ്റെ ബ്രൈറ്റ്നസ്സും എത്രത്തോളം ഏതെല്ലാം നിറങ്ങളാണ് നമ്മളുടെ കണ്ണിലെത്തുന്നത് എന്നുള്ളതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നിറങ്ങൾ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്, ഡിഫറെൻറ്റ് വേവ് ലെങ്തിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. അപ്പോൾ പകൽ സമയങ്ങളിൽ സൂര്യനുള്ള സമയങ്ങളിൽ സൂര്യപ്രകാശത്തിൽ ഏറ്റവും കൂടുതലായി നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത് നീല വെളിച്ചം പോലുള്ള വളരെ തരംഗ ദൈർഘ്യം കുറഞ്ഞ പ്രകാശങ്ങളാണ്. രാത്രി കാലങ്ങളിലായി കഴിഞ്ഞാൽ നമ്മളുടെ കണ്ണിന്, നമ്മളുടെ ബ്രെയിനിന് പരിചയമുള്ളത് തീയാണ്. തീയിൽ നിന്നെത്തുന്ന ഈ റെഡ്, ഓറഞ്ച് പോലുള്ള പ്രകാശങ്ങളെയാണ്. അതേസമയത്ത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ആർട്ടിഫിഷ്യൽ ലൈറ്റായിട്ടുള്ള ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുള്ള ബൾബുകൾ, ട്യൂബുകൾ, അതുപോലെ തന്നെ നമ്മളുടെ ലാപ്ടോപ്പിലെ സ്ക്രീനിൽ നിന്ന് വരുന്ന പ്രകാശം, ഫോണിൻ്റെ സ്ക്രീനിൽ നിന്ന് വരുന്ന പ്രകാശം എല്ലാം നമ്മളുടെ കണ്ണിന്, നമ്മളുടെ ബ്രെയിനിന് പരിചയമില്ല. ഇതിൽ നിന്ന് കൂടുതൽ വരുന്നത് ബ്ലൂ ലൈറ്റുകളാണ്. അതുപോലെ തന്നെ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റുകളുമാണ്. ഇത് പലപ്പോഴും നമ്മളുടെ ബോധതലത്തിൽ നമ്മൾ രാത്രിയാണെന്ന് അറിയാമെങ്കിലും ഇത് പലപ്പോഴും നമ്മളുടെ ബ്രെയിനിനെ ഇത് കൺഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഈ പറയുന്ന നമ്മളുടെ കണ്ണിലേക്ക് എത്തുന്ന നീല വെളിച്ചം നമ്മൾ രാത്രി കാലങ്ങളിൽ ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ മൊബൈലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത്. കാരണം നമ്മളുടെ ബ്രെയിൻ മനസ്സിലാക്കിയിരിക്കുന്നത് നീല വെളിച്ചം കൂടുതലായി കിട്ടുന്നത് പകൽ സമയങ്ങളിലാണെന്നാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ഫോണിൽ ഈ നൈറ്റ് മോഡ് എന്ന ഓപ്ഷൻ ഓൺ ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നത്. കാരണം ഈ ഓറഞ്ച് റെഡ് എന്ന് പറയുന്നത് തീയിലുള്ള കുറച്ച് ബ്രൈറ്റ്നസ് കുറഞ്ഞ തീയുമായി ബന്ധപ്പെട്ടാണ്. തീയെ നമ്മളുടെ ബ്രെയിനിന് തിരിച്ചറിയാം. പക്ഷേ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഒരു 200-250 വർഷമേ ആയിട്ടുള്ളൂ നമ്മളുടെ ജീവിതത്തിലേക്ക് എത്തിയിട്ട്. അപ്പോൾ ഇത് പലപ്പോഴും ഈ രാത്രികാലങ്ങളിൽ നമ്മൾ ഈ ലൈറ്റ് ഉപയോഗിക്കുന്നത്, ഫോൺ ഉപയോഗിക്കുന്നതെല്ലാം ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് എത്തുകയും വളരെ ബ്രൈറ്റ്നസ്സിനെ പലപ്പോഴും നമ്മുടെ കണ്ണിന് നിയന്ത്രിക്കാൻ സാധിക്കും, പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്തും കൺസ്ട്രക്ട് ചെയ്തും. പക്ഷേ ഈ പ്രകാശത്തിൻ്റെ ഏത് നിറമാണ് കണ്ണിലെത്തുന്നതെന്ന് അടിസ്ഥാനപ്പെടുത്തി ബ്രെയിനിന് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് പലപ്പോഴും സ്ലീപ്ലെസ്നെസ്, ഇൻസോമിനിയ പോലുള്ള ഉറക്കമില്ലായ്മയിലേക്ക് നയിക്കാൻ കാരണമാവാം. അപ്പം ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾ 2-3 അവസ്ഥകൾ പറഞ്ഞത് കൊണ്ട് നമ്മളുടെ പഴയ കാലം വളരെ നല്ലതായിരുന്നു, നമ്മളതിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളതല്ല. നമ്മൾ തിരിച്ചറിഞ്ഞാൽ ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് ചില മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് ഈ പറയുന്ന പല പ്രശ്നങ്ങൾ, ഇപ്പോൾ ആഹാരത്തിൻ്റെ കാര്യം, നമ്മൾ ആവശ്യമുള്ള ആഹാരം മാത്രം കഴിച്ചാൽ പല ജീവിതശൈലി രോഗങ്ങളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ലൈറ്റ്, നമ്മൾ ഉറങ്ങുന്നതിനൊരു അരമണിക്കൂർ 40-45 മിനിറ്റൊക്കെ മുമ്പായിട്ട് നമ്മൾ ഈ പറയുന്ന ഫോൺ ഉപയോഗം നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം ഒരുപക്ഷെ കുറച്ചുകൂടി നല്ല രീതിയിൽ മെച്ചപ്പെടാം. അപ്പോൾ ഇതുപോലുള്ള കാരണങ്ങൾ അറിഞ്ഞാൽ നമുക്ക് പല വലിയ പ്രശ്നങ്ങൾക്കും ചിലപ്പോൾ ഒരുപക്ഷെ വളരെ സിമ്പിളായിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞേക്കാം. അതുകൊണ്ടാണ് ഞാനിതിവിടെ പറയുന്നത്.